സുബഹിയുടെ മുമ്പ് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. സുബഹിയുടെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരം ദീർഘനേരം നിസ്കരിക്കാൻ പാടില്ല. ആ സമയം കിടന്നുറങ്ങുന്നവരാവാൻ പാടില്ല നമ്മൾ. അത് പരീക്ഷിച്ച് തെളിഞ്ഞ ഒന്നാണ്. ഏതാണത്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും ആദരണീയരായ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ സുന്നത്ത് നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽ റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങളെക്കുറിച്ച് നാം പറഞ്ഞു. അതിൽ വളരെ പ്രധാനപ്പെട്ട സുബ്ഹിയുടെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമുക്ക് പറയാനുള്ളത്. സുബ്ഹിയുടെ മുമ്പ് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങളിൽപ്പെട്ട സുന്നത്ത് നിസ്കാരമാണ് സുബ്ഹിക്ക് മുമ്പ് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക എന്നുള്ളത്. ധാരാളം ഹദീസുകളിലൂടെ ഈ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരത്തിന്റെ മഹത്വം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു ഹദീസിൽ കാണാം, റക്അത്തുൽ ഫജ്രി ഖൈറും മിനദ് ദുനിയ വമാ ഫീഹ. സുബ്ഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം എന്നുള്ളത് ഈ ദുനിയാവും ഈ ദുനിയാവിലുള്ള സർവ്വ വസ്തുക്കളും അതെല്ലാം നിനക്ക് ലഭിക്കുന്നതിനേക്കാൾ ഏറ്റവും ഉത്തമം നീ സുബ്ഹിക്ക് മുമ്പ് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നവൻ ആവുക എന്നുള്ളതാണ്. വളരെയധികം ശ്രേഷ്ഠതയുള്ളതാണ്. മറ്റൊരു ഹദീസിൽ കാണാം, ലാ യുഹാഫിദു അലാ റക്അത്തൈൽ ഫജ്ർ ഇല്ലാ അവ്വാബ്. സുബ്ഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം അവ്വാബീങ്ങളിൽപ്പെട്ടവനല്ലാതെ നിലനിർത്തുകയില്ല. അവ്വാബ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുന്ന ആൾ എന്നർത്ഥം. ഒരു പ്രത്യേക അള്ളാഹുവിന്റെ തൃപ്തി ലഭിച്ച ഒരു വിഭാഗം ആളുകൾ അവ്വാബ് എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. അവരാണ് സുബ്ഹിക്ക് മുമ്പുള്ള സുന്നത്ത് നിസ്കാരം നിലനിർത്തുന്നവർ, അത് നിത്യമാക്കി കൊണ്ടുവരുന്നവർ. സുബ്ഹിക്ക് മുമ്പുള്ള സുന്നത്ത് നിസ്കാരം വളരെ പ്രധാനപ്പെട്ടതാണ്. സുബ്ഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് റവാത്തിബ് സുന്നത്ത് നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് നമുക്ക് ആ സുന്നത്ത് നിസ്കാരം നിർവഹിക്കാം. സുന്നത്തു സുബ്ഹ് എന്ന് ആ നിസ്കാരത്തിന് പേരുണ്ട്. സുന്നത്തുൽ ഫജ്ർ എന്നും വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ സുന്നത്തുൽ ബർദ്. ബർദ് എന്ന് പറഞ്ഞാൽ തണുപ്പ്. സുബ്ഹിയുടെ ഒരു സമയം ചെറിയ തണുപ്പുണ്ടാകുന്ന സമയമായതുകൊണ്ട് തന്നെ സുന്നത്തുൽ ബർദ് എന്നും അതിന് പേരുണ്ട്. സുന്നത്തുൽ വുസ്ത എന്നും അതിന് പേരുണ്ട്. സുന്നത്തുൽ വുസ്ത, വുസ്തായുടെ സുന്നത്ത് നിസ്കാരം, സ്വലാത്തുൽ വുസ്ത എന്ന് പറയുന്ന പ്രത്യേകം നിസ്കാരം ഉണ്ട്. സ്വലാത്തുൽ വുസ്ത അത് അസ്ർ നിസ്കാരമാണ് എന്നും അതല്ല സുബ്ഹ് നിസ്കാരമാണ് എന്നും ഒക്കെ അഭിപ്രായം ഉണ്ട്. വിശുദ്ധ ഖുർആനിൽ പ്രത്യേകം നിർദ്ദേശിച്ചതാണ്, നിങ്ങൾ വുസ്ത നിസ്കാരത്തെ നിങ്ങൾ പ്രത്യേകം കണക്കിലെടുക്കണം എന്ന് വിശുദ്ധ ഖുർആനിൽ നമ്മോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. വുസ്ത നിസ്കാരം ഏതാണ് എന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എങ്കിലും പലരും പറഞ്ഞത് അത് അസ്ർ നിസ്കാരം ആണ് എന്നുള്ളതാണ്. മറ്റു നിസ്കാരങ്ങളെക്കാൾ പ്രാധാന്യത്തോടുകൂടെ ഖളാ ആകാതെ നാം നിസ്കരിക്കേണ്ട ഒരു നിസ്കാരമാണ് അസ്ർ നിസ്കാരം. വേറെ ചിലർ പറഞ്ഞു അത് സുബ്ഹ് നിസ്കാരമാണ് എന്നുള്ളത്. 2 കൂട്ടർക്കും അതിൻ്റെതായ ന്യായങ്ങളുണ്ട്. അസ്ർ നിസ്കാരം എന്നുള്ളത് പലരും ജോലി തിരക്കിൽ മറന്നുപോവുകയോ അല്ലെങ്കിൽ അത് മഗ്രിബിലേക്ക് പിന്തിപ്പിക്കുകയോ ചെയ്യുന്നവരാണ് പലരും. അതുകൊണ്ട് തന്നെ അസ്ർ നിസ്കാരം നിസ്കരിക്കണമെങ്കിൽ പ്രത്യേകം ശ്രദ്ധ വേണം. അതുകൊണ്ട് തന്നെ അസ്ർ നിസ്കാരമാണ് സ്വലാത്തുൽ വുസ്ത എന്ന് പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്. സ്വലാത്തുൽ വുസ്ത എന്നുള്ള നിസ്കാരം കൃത്യമായി ചിട്ടയോടുകൂടെ കൃത്യനിഷ്ഠയോടുകൂടെ നിസ്കരിക്കുകയാണ് എങ്കിൽ അവന് സ്വർഗമുണ്ട് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്. വുസ്ത നിസ്കാരം സുബ്ഹ് നിസ്കാരമാണ് എന്നും അഭിപ്രായമുണ്ട്. അത് പ്രകാരം സുബ്ഹിയുടെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരത്തിന് സുന്നത്തുൽ വുസ്ത എന്നും നമുക്ക് പറയാവുന്നതാണ്. നമുക്ക് നിയ്യത്ത് വെക്കുമ്പോൾ വേണമെങ്കിൽ സുന്നത്തുൽ വുസ്തായെ ഞാൻ നിസ്കരിക്കുന്നു എന്ന് കരുതാവുന്നതാണ്. അതുപോലെ തന്നെ സുന്നത്തുൽ വദാത്ത്, വദാത്ത് എന്ന് പറഞ്ഞാൽ പ്രഭാതം, ആ നേരത്തിലുള്ള സുന്നത്ത് നിസ്കാരം എന്ന അർത്ഥത്തിൽ സുന്നത്തുൽ വദാത്ത് എന്നും സുബ്ഹിക്ക് മുമ്പുള്ള സുന്നത്ത് നിസ്കാരത്തിന് പേര് പറയാവുന്നതാണ്. ഇതുപോലെ ഞാൻ ഈ പറഞ്ഞ 5 പേരുകൾ, സുന്നത്തു സുബ്ഹ്, സുന്നത്തുൽ ഫജ്ർ, സുന്നത്തുൽ ബർദ്, സുന്നത്തുൽ വുസ്ത, സുന്നത്തുൽ വദാത്ത്, ഈ 5 പേരുകളും സുന്നത്ത് എന്നതിന് പകരം അവിടെ റക്അത്തൈ സുബ്ഹ് എന്ന്
ചേർത്തി പറയാവുന്നതാണ്. അങ്ങനെ പറയുമ്പോൾ 10 പേരുകൾ സുബഹിയുടെ സുന്നത്ത് നിസ്കാരത്തിന് ഉണ്ടാകും. സുന്നത്തു സുബഹ്, സുന്നത്തുൽ ഫജ്ർ, സുന്നത്തുൽ ബർദ്, സുന്നത്തുൽ വുസ്ത, സുന്നത്തുൽ ഖദാത്ത് എന്നതുപോലെ തന്നെ റകഅത്തൈ സുബഹ്, റകഅത്തൈൽ ഫജ്ർ, റകഅത്തൈൽ ബർദ്, റകഅത്തൈൽ വുസ്ത, റകഅത്തൈൽ ഖദാത്ത്. ഖദാത്തിന്റെ 2 റകഅത്ത് സുന്നത്ത് നിസ്കാരം, സുബഹിന്റെ 2 റകഅത്ത് സുന്നത്ത് നിസ്കാരം, ഫജ്റിന്റെ 2 റകഅത്ത് സുന്നത്ത് നിസ്കാരം, ബർദിന്റെ 2 റകഅത്ത് സുന്നത്ത് നിസ്കാരം, മുസ്തായുടെ 2 റകഅത്ത് സുന്നത്ത് നിസ്കാരം. ഈ അർത്ഥത്തിലൊക്കെ നമുക്ക് ഈ സുന്നത്ത് നിസ്കാരത്തിന് പേര് വിളിക്കാവുന്നതാണ്. ടോട്ടൽ 10 രൂപത്തിൽ ഈ സുന്നത്ത് നിസ്കാരത്തിന് പേരുകളുണ്ട്. വളരെ പ്രധാനപ്പെട്ട സുന്നത്ത് നിസ്കാരമാണ് ഈ 2 റകഅത്ത് സുന്നത്ത് നിസ്കാരം. ഇതിനെ ലഘൂകരിച്ച് നിസ്കരിക്കുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താണ്. സുബഹിയുടെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരം ദീർഘനേരം നിസ്കരിക്കാൻ പാടില്ല. അത് വേഗം വളരെ ലഘൂകരണത്തോടുകൂടെ ലളിതമായി നിസ്കരിക്കണം. അതേസമയം ആ സുന്നത്ത് നിസ്കാരത്തിൽ ഓതാൻ പല സൂറത്തുകളും ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അതെല്ലാം ഒഴിവാക്കി വളരെ സ്പീഡിൽ നിസ്കരിക്കണം എന്നല്ല പറഞ്ഞത്. അതെല്ലാം ചെയ്തുകൊണ്ട് തന്നെ ലഘൂകരണത്തോടുകൂടെ നിസ്കരിക്കേണ്ടതാണ്. ദീർഘമായ സൂറത്തുകളും ദീർഘനേരം തസ്ബീഹ് ചൊല്ലിയിട്ടുമൊന്നും അല്ല സുബഹിയുടെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരം നിസ്കരിക്കേണ്ടത്. യുസന്നു തഖ്ഫീഫുഹുമാ, 2 റകഅത്ത് സുന്നത്ത് നിസ്കാരത്തെ തഖ്ഫീഫ് ചെയ്യൽ, ലഘൂകരിക്കൽ സുന്നത്താണ് എന്ന് ഫതുഹുൽ മുഈൻ അടക്കമുള്ള ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാവുന്നതാണ്. ചില ഹദീസുകൾ ഈ സുന്നത്ത് നിസ്കാരത്തെ പരിചയപ്പെടുത്തുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലാ റകഅത്തൈനി ഖഫീഫത്തൈനി ثم سمعته يقول وهو جالس اللهم رب جبريل وإسرافيل وميكائيل ومحمد النبي صلى الله عليه وسلم أعوذ بك من النار. ബഹുമാനപ്പെട്ട ഇബ്നു സുന്നി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ്. അവരുടെ അബൂ മലീഹ് എന്ന് പറയുന്ന അവരുടെ പിതാവ്, ആ പിതാവിനെ തൊട്ട് ഉദ്ധരിക്കുന്നു. അവർ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖഫീഫത്തായ 2 റകഅത്ത് സുന്നത്ത് നിസ്കാരം നിർവഹിച്ചു. ആ സുന്നത്ത് നിസ്കാരത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരുന്നു കൊണ്ട് അല്ലാഹുമ്മ റബ്ബ ജിബ്രീല വ മീകായില اللهم رب جبريل وإسرافيل وميكائيل ومحمد النبي صلى الله عليه وسلم أعوذ بك من النار എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന 3 പ്രാവശ്യം നിർവഹിച്ചു എന്നും ആ നിർവഹിക്കുന്നത് ഞാൻ കേട്ടു എന്നും ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ജിബ്രീലിന്റെ രക്ഷിതാവായ അല്ലാഹുവേ, ഇസ്രാഫീലിന്റെയും മീകായിലിന്റെയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും റബ്ബായ രക്ഷിതാവേ, അഊദു ബിക മിനൻ നാർ, ഞാൻ നിന്നോട് നരകത്തിൽ നിന്ന് കാവൽ ചോദിക്കുന്നു എന്നർത്ഥം വരുന്ന ദുആ സുബഹിക്ക് ശേഷമുള്ള 2 റകഅത്ത് സുന്നത്ത് നിസ്കാരത്തിന്റെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർവഹിച്ചിരുന്നു എന്ന് ചില ഹദീസുകളിൽ കാണാം. അതുപോലെ തന്നെ സുബഹിക്ക് മുമ്പുള്ള സുന്നത്ത് നിസ്കാരം നിർവഹിച്ചതിന് ശേഷം മറ്റു ചില റിപ്പോർട്ടുകളിൽ കാണാം, ഒന്ന് വലതുവശത്തേക്ക് കിബിലക്കഭിമുഖമായി ചെരിഞ്ഞു കിടക്കുക എന്നുള്ളത് സുന്നത്തുണ്ട്. ആ ചെരിഞ്ഞു കിടക്കുന്ന കിടത്തത്തിൽ നാളെ ഖബറിൽ കിടക്കേണ്ട ആ ഒരു രീതി ഓർത്തുകൊണ്ട് ഖബറിന്റെ ശിക്ഷയിൽ നിന്നും ഖബറിന്റെ അദാബിൽ നിന്നും കാവൽ ചോദിക്കുക എന്നുള്ളത് പ്രത്യേകം സുന്നത്തായ കാര്യം ആകുന്നു. അവിടെയും നമുക്ക് ഈ ഒരു ദുആ ചെയ്യാവുന്നതാണ്. സുബഹിയുടെ മുമ്പുള്ള 2 റകഅത്ത് സുന്നത്ത് നിസ്കാരത്തിൽ ഹദീസുകളിൽ കാണാം ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന സൂറത്തും ഖുൽ ഹുവല്ലാഹു എന്ന സൂറത്തും ഓതൽ പ്രത്യേകം സുന്നത്തുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹായെ തൊട്ട് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, നിഅമ സൂറത്താനി ഹുമാ തുഖറആനി ഫി റകഅത്തൈനി ഖബല അൽ-ഫജ്ർ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ഖുൽ ഹുവല്ലാഹു അഹദ്. സുബഹിക്ക് മുമ്പുള്ള 2 റകഅത്ത് സുന്നത്ത് നിസ്കാരത്തിൽ ഓതപ്പെടുന്ന ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന സൂറത്തും ഖുൽ ഹുവല്ലാഹു എന്ന സൂറത്തും എത്ര നല്ല സൂറത്തുകളാണ് എന്ന് ആയിഷ ബീവിയെ തൊട്ട് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാവുന്നതാണ്. എന്നാൽ മറ്റു ചില ഹദീസുകളിൽ സുബഹിയുടെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരത്തിൽ വേറെയും ചിലത് ഓതണം എന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. മറ്റൊരു ഹദീസിൽ കാണാം, സുബഹിക്ക് മുമ്പ് സൂറത്തുൽ ബഖറയിലെ 136-ാമത്തെ ആയത്ത് ഖൂലു ആമന്നാ ബില്ലാഹി വമാ ഉൻസില ഇലൈനാ വമാ ഉൻസില ഇലാ ഇബ്രാഹീമ വഇസ്മാഈല വഇസ്ഹാഖ വയഖൂബ വൽഅസ്ബാത്ത് വമാ ഊതിയ മൂസാ വഈസ വമാ ഊതിയ നബിയ്യൂന മിർ റബ്ബിഹിം ലാ നുഫർരിഖു ബൈന അഹദിൻ മിൻഹും വനഹ്നു ലഹു മുസ്ലിമൂൻ എന്ന ആയത്ത് സുബഹിക്ക് മുമ്പുള്ള സുന്നത്ത് നിസ്കാരത്തിന്റെ 1-ാമത്തെ റകഅത്തിൽ ഓതേണ്ടതുണ്ട്.
രണ്ടാമത്തെ റക്അത്തിൽ ആലി ഇമ്രാൻ സൂറത്തിലെ 64-ാമത്തെ ആയത്ത് ഖുൽ യാ അഹ്ലൽ കിതാബ് തആലൂ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വബൈനകും അല്ലാ നഅ്ബുദ ഇല്ലല്ലാഹ് വലാ നുശ്രിക ബിഹി ശൈഅ വലാ യത്തഖിദ ബഅ്ദുനാ ബഅ്ദൻ അർബാബൻ മിൻ ദൂനില്ലാഹ് ഫഇൻ തവല്ലൂ ഫഖൂലു അശ്ഹദൂ ബിഅന്നാ മുസ്ലിമൂൻ എന്ന ആയത്ത് സൂറത്തു ആലി ഇമ്രാനിലെ 64-ാമത്തെ ആയത്ത് രണ്ടാം റക്അത്തിലും ഓതൽ പ്രത്യേകം സുന്നത്താണ് എന്ന് ഹദീസിന്റെ ഗ്രന്ഥത്തിൽ നമുക്ക് കാണാവുന്നതാണ്. അതേസമയം മറ്റു ചില ഹദീസുകളിൽ കാണുന്നത് സുബ്ഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരത്തിൽ അലം നശ്റഹ് ലക സദ്റക് എന്ന ആയത്തും രണ്ടാമത്തെ റക്അത്തിൽ അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ എന്ന ആയത്തും പ്രത്യേകം ഓതൽ സുന്നത്തുണ്ട് എന്ന് ഫതുഹുൽ മുഈൻ അടക്കമുള്ള ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാവുന്നതാണ്. ഈ 2 സൂറത്തുകൾ ഓതി നിസ്കരിക്കുകയാണ് എങ്കിൽ ഫതുഹുൽ മുഈനിൽ തന്നെ കാണാം വഅന്ന മൻ ദാവമ അലാ ഖിറാഅതിഹിമ ഫീഹിമ സാലത് അൻഹു ഇല്ലത്തുൽ ബവാസീർ. ഒരാൾ സുബ്ഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരത്തിൽ അലം നശ്റഹ് എന്നുള്ള സൂറത്തും അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ എന്ന സൂറത്തും പതിവായി ഓതി നിസ്കരിക്കുകയാണ് എങ്കിൽ അയാൾക്ക് മൂലക്കുരു എന്നുള്ള അസുഖം ഉണ്ട് എങ്കിൽ അത് സുഖപ്പെടാൻ അത് കാരണമാകും എന്ന് ഫതുഹുൽ മുഈനിൽ നമുക്ക് കാണാവുന്നതാണ്. അതുപോലെ തന്നെ ഇതെല്ലാം പല ഹദീസുകളിലും ഇതിനെക്കുറിച്ച് നമുക്ക് കാണാവുന്നതാണ്. ഇആനത്തു ത്വാലിബീൻ ഫതുഹുൽ മുഈനിന്റെ വ്യാഖ്യാന ഗ്രന്ഥമാകുന്ന ഇആനത്തു ത്വാലിബീനിൽ കാണാം മൻ ദാവമ അലൈഹിമാ ഫീഹിമാ ലാ യറാ ശർറൻ ദാലിക്കൽ യൗമി അസ്ല. ആരെങ്കിലും പതിവായി ഈ 2 സൂറത്തുകൾ സുബ്ഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരത്തിൽ ഓതി നിസ്കരിക്കുകയാണ് എങ്കിൽ അന്നത്തെ ദിവസത്തിൽ അയാൾക്ക് ഒരു ശർറും ഏൽക്കുകയില്ല. അതുപോലെ തന്നെ യാനത്തിൽ കാണാം മൻ സ്വല്ലാഹുമാ ബി അലം വ അലം ലം യുസിബുഹു ഫീ ദാലിക്കൽ യൗം അലം. ആരെങ്കിലും അലം എന്നതുകൊണ്ട് തുടങ്ങുന്ന 2 സൂറത്തുകൾ, അതായത് അലം നശ്റഹും അലം തറയും സുബ്ഹിയുടെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരത്തിൽ ഓതുകയാണ് എങ്കിൽ അന്നത്തെ ദിവസം അയാൾക്ക് മുസീബത്തുകൾ ഉണ്ടാവുകയില്ല എന്ന് കിതാബുകളിൽ കാണാവുന്നതാണ്. ഗസാലി ഇമാം റളിയല്ലാഹു തന്റെ വസായിലുൽ ഹാജാത്ത് എന്ന ഗ്രന്ഥത്തിൽ പറയുന്നതായി കാണാം. ധാരാളം സ്വാലിഹീങ്ങളിൽ നിന്നും അതുപോലെ തന്നെ അർബാബുൽ ഖുലൂബ്, പ്രത്യേകം അള്ളാഹുവിന്റെ പരിഗണന ലഭിച്ച സ്വാലിഹീങ്ങളായ ആളുകളിൽ നിന്നുമൊക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. എന്ത് മൻ ഖറഅ ഫീ റക്അത്തൈൽ ഫജ്ർ, ആരെങ്കിലും ഫജ്റിന്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരത്തിൽ ഓതിയാൽ അലം നശ്റഹ് ലക വ അലം തറ എന്നീ 2 സൂറത്തുകളും ഓതിയാൽ അയാൾക്ക് നേരെ വരുന്ന ശത്രുവിന്റെ കരങ്ങൾ പരാജയപ്പെടുന്നതാണ് എന്നു മാത്രമല്ല അയാളിലേക്ക് എത്തിപ്പെടാനുള്ള മാർഗങ്ങളൊന്നും ശത്രുവിന് ഉണ്ടാവുകയില്ല എന്നും മഹാന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വലിയ ഫത്ഹ് ലഭിക്കുന്ന, വിജയം ലഭിക്കുന്ന 2 സൂറത്തുകളാണ് അലം നശ്റഹ് ലക സദ്റക് എന്ന സൂറത്തും അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ എന്നീ 2 സൂറത്തുകളും. ഫതുഹുൽ മുഈനിൽ തന്നെ കാണാം ഇങ്ങനെ 3 ഹദീസുകൾ, വ്യത്യസ്തമായ 3 സൂറത്തുകൾ ഓതണം എന്ന് നിർദ്ദേശമുള്ളത് കൊണ്ട് തന്നെ ഫയുസന്നുൽ ജംഉ ഫീഹിമ ബൈനഹുന്ന, ഈ 2 സൂറത്തുകളും ഓതണം എന്ന് വന്ന ഹദീസുകളെ കൊണ്ട് അമല് ചെയ്യാൻ വേണ്ടി, ഈ 2 ഹദീസുകളിൽ വന്നതുകൊണ്ടും പ്രവർത്തിക്കുക എന്നതിന് വേണ്ടി 2 ഹദീസിൽ വന്ന 2 സൂറത്തുകളും അതുപോലെ തന്നെ ആയത്ത് ബഖറയിലെ 136-ാമത്തെ ആയത്തും ആലി ഇമ്രാനിലെ 64-ാമത്തെ ആയത്തും ഇതെല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടൽ പ്രത്യേകം സുന്നത്താകുന്നു. അങ്ങനെ വരുമ്പോൾ ആദ്യമായി അൽ ബഖറ സൂറത്തിലെ 136-ാമത്തെ ആയത്ത് 1-ാം റക്അത്തിൽ ഓതുക, അതിനുശേഷം അലം നശ്റഹ് എന്ന സൂറത്ത് ഓതുക, അതിനുശേഷം ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന സൂറത്ത് ഓതുക. 2-ാമത്തെ റക്അത്തിൽ ആദ്യമായി ആലി ഇമ്രാനിലെ 64-ാമത്തെ ആയത്ത് ഓതുക, ശേഷം അലം തറ ഓതുക, ശേഷം ഖുൽ ഹുവല്ലാഹു എന്നുള്ള സൂറത്ത് ഓതുക. ഇങ്ങനെയാണ് സുബ്ഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കേണ്ടത്. ഇനി ഇതെല്ലാം ഓതാൻ സാധിക്കാത്തവർ 1-ാം റക്അത്തിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന സൂറത്തും 2-ാം റക്അത്തിൽ ഖുൽ ഹുവല്ലാഹു എന്ന സൂറത്തെങ്കിലും ഓതൽ പ്രത്യേകം സുന്നത്താണ്. സുബ്ഹിയുടെ സുന്നത്ത് നിസ്കാരത്തിന്റെയും സുബ്ഹ് ഫർള് നിസ്കാരത്തിന്റെയും ഇടയിൽ വലിയ ശ്രേഷ്ഠതയുള്ള സമയങ്ങളാകുന്നു. അതുപോലെ തന്നെ സുബ്ഹ് നിസ്കാരത്തിന് ശേഷം സൂര്യൻ ഉദിക്കുന്നത് വരെയുള്ള സമയവും പ്രത്യേകം പ്രാർത്ഥനാനിരതരാകേണ്ട സമയമാണ്. ആ സമയം കിടന്നുറങ്ങുന്നവരാവാൻ പാടില്ല നമ്മൾ. പ്രത്യേകിച്ച് വിശുദ്ധ റമദാനൊക്കെ വരുമ്പോൾ പല ആളുകളും ആ ഒരു മുബാറക്കായ അനുഗ്രഹീതമായ സമയത്ത് കിടന്നുറങ്ങാറുണ്ട്. അങ്ങനെയല്ല വേണ്ടത്. ആ
ആ ഒരു സമയം ആരാധനകളെ കൊണ്ട് കർമ്മനിരതരാവുകയാണ് വേണ്ടത്. ഈമാൻ അത് ഉറച്ചു നിൽക്കാൻ വേണ്ടി, ഈമാൻ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി സൂഫിയാക്കളായ ആരിഫീങ്ങളായ പലരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിർദ്ദേശപ്രകാരം അവർ ചൊല്ലിയിരുന്ന ഒന്നാണ് സുബഹിയുടെ സുന്നത്ത് നിസ്കാരത്തിന്റെയും ഫർള് നിസ്കാരത്തിന്റെയും ഇടയിൽ യാ ഹയ്യു യാ ഖയ്യൂം ലാ ഇലാഹ ഇല്ലാ അൻസ് എന്ന ദിക്ർ 40 പ്രാവശ്യം ചൊല്ലുക എന്നുള്ളത് ഈമാൻ സലാമത്താകാൻ പര്യാപ്തമായ ഒന്നാണ് എന്ന് ആരിഫീങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വേറെയും മറ്റു പല ദിക്റുകളും യാ ഹയ്യു യാ ഖയ്യൂം യാ ബദിഅസ് സമാവാതി വൽ അർദ് യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹു ലാ ഇലാഹ ഇല്ലാ അൻത അസ്അലുക അൻ തുഹ്യിയ ഖൽബി ബിനൂരി മഅരിഫതിക യാ അല്ലാഹു യാ അല്ലാഹു യാ അല്ലാഹ് യാ അർഹമർ റഹീമീൻ എന്ന് പ്രത്യേകം ദുആ ചെയ്യലും പ്രത്യേകം സുന്നത്തുണ്ട്. 40 പ്രാവശ്യം അത് ചൊല്ലുക എന്നുള്ളതും പ്രത്യേകം സുന്നത്താണ് എന്ന് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് സ്വഹീഹായ ഹദീസുകളിൽ നബിതങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായി കാണാവുന്നതാണ്. പല ഗ്രന്ഥങ്ങളിലും കാണാം. പല ആളുകളും റിസ്ക് വിശാലമാകുന്നതിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഒന്നാണ്. റിസ്ക് ജീവിതോപാധി മാർഗങ്ങൾ വിശാലമാകുന്നതിന് വേണ്ടി സ്വഹീഹായ ഹദീസുകളിൽ കാണാവുന്ന ഒന്ന്, ആരിഫീങ്ങളായ ചില ആളുകൾ അത് പറയുന്നുണ്ട്. അത് പരീക്ഷിച്ച് തെളിഞ്ഞ ഒന്നാണ്. ഏതാണത്? സുബഹിയുടെ സുന്നത്ത് നിസ്കാരത്തിന്റെയും ഫർള് നിസ്കാരത്തിന്റെയും ഇടയിലായിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ എന്ന് എല്ലാ ദിവസവും 100 പ്രാവശ്യം ചൊല്ലുക. അതുപോലെ തന്നെ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം അസ്തഗ്ഫിറുല്ലാഹ് അതും 3 പ്രാവശ്യം ചൊല്ലുക. ഏറ്റവും നല്ലത് സുബഹിയുടെ സുന്നത്തിന്റെയും ഫർളിന്റെയും ഇടയിലുള്ള സമയം ആവുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇനി അതിന് സൗകര്യപ്പെട്ടിട്ടില്ല എങ്കിൽ സുബഹിക്ക് ശേഷവും ആകാവുന്നതാണ്. അതിനും സൗകര്യപ്പെടാത്തവരുണ്ട് എങ്കിൽ ഉച്ചക്ക് മുമ്പെങ്കിലും അത് ചൊല്ലിത്തീർക്കുക എന്നുള്ളത് പ്രത്യേകം നാം കണക്കിലെടുക്കേണ്ടതാണ് എന്ന് പല ആരിഫീങ്ങളായ പണ്ഡിതന്മാരും നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള ദിക്റുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അർഹമുർ റഹീമീനായ അല്ലാഹ്, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും നീ സ്വാലിഹായ അമലായി ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണം റഹ്മാനെ. ഞങ്ങളുടെ പാപങ്ങൾ നീ പൊറുക്കണം റഹ്മാനെ. ഞങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരണം റഹ്മാനെ. രോഗങ്ങൾക്ക് ശിഫാ നൽകണം റഹ്മാനെ. കടങ്ങൾ ഉള്ളവരുണ്ട്, വിഷമങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, വീടില്ലാത്തവരുണ്ട്, വിവാഹപ്രായം എത്തി നിൽക്കുന്നവരുണ്ട്, ഗർഭിണികളുള്ളവരുണ്ട്. എല്ലാവർക്കും നീ റാഹത്തും സലാമത്തും സന്തോഷവും നൽകണം റഹ്മാനെ. ആഖിബത്ത് നന്നായി മരണപ്പെട്ട് സ്വർഗീയ ലോകത്ത് ഒരുമിച്ചുകൂടാൻ ഞങ്ങൾക്കെല്ലാവർക്കും നീ തൗഫീഖ് നൽകണം റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.